ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും വയറിലെ നല്ല ബാക്ടീരിയയ്ക്കും കുടലിൻ്റെ ആരോഗ്യത്തിനും നല്ലൊരു ഗട്ട് ഹെൽത്തിനും തയ്യാറാക്കാൻ പറ്റിയ പ്രോബയോട്ടിക് റെസിപ്പിയുമായാണ്. ഇത് നിങ്ങൾക്കൊരു ഹെൽത്തി ഫുഡായിട്ടോ ഡയറ്റ് ഫുഡായിട്ടോ ഡയബറ്റിക് ഡയറ്റ് ഫുഡായിട്ടോ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു ഫുഡ് കൂടിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഹെൽത്തി പ്രോബയോട്ടിക് റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് യോഗേർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ യോഗേർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാദാ പുളി കുറഞ്ഞ തൈരും എടുക്കാവുന്നതാണ്. ഇനി യോഗേർട്ടിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഇതിൽ ധാരാളം പ്രോട്ടീനും കാൽസ്യവും വൈറ്റമിൻ B12 പ്രോബയോട്ടിക്കും അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനും ദഹനം മെച്ചപ്പെടുത്താനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും എല്ലുകളുടെ ബലത്തിനും വെയിറ്റ് ലോസിനും ഇത് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താം. ഇതിലേക്ക് ഫൈബർ റിച്ച് ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പകുതി ക്യാരറ്റ്, ക്യുക്കമ്പർ, ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തതും ഒരു പകുതി ഒനിയൻ സ്ലൈസായി അരിഞ്ഞതുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ കുറച്ച് പെപ്പർ പൗഡറോടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലുള്ള പ്രോബയോട്ടിക് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ഗ്യാസ് ബ്ലോട്ടിംഗ് കുറയ്ക്കാനും വയറൊന്ന് തണുക്കാനും അതേപോലെ തന്നെ വെയിറ്റ് കൺട്രോൾ ചെയ്യാനും ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതുമാണ്. ഇതേപോലുള്ള പ്രോബയോട്ടിക് ഫുഡിൻ്റെ വേറെ റെസിപ്പീസും നമ്മുടെ ചാനലിലുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അല്പം സ്വീറ്റ്നെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പൊമോഗ്രാനറ്റ് ആണ്. ലാസ്റ്റായി ഇതിലേക്ക് കുറച്ച് ഫ്ലാക്സ് സീഡ്സും കുറച്ച് പംകിൻ സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കാഷ്യൂസോ അല്ലെങ്കിൽ ആൽമണ്ട്സോ എടുക്കാവുന്നതുമാണ്. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ കുറച്ച് വൈറ്റ് സെസമി സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോബയോട്ടിക്കുമായിട്ടുള്ള നമ്മുടെ റെസിപ്പിയുടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊരു നേരത്തെ ഹെൽത്തി മീലായിട്ടോ ഡിന്നറായിട്ടോ ലൈറ്റ് സ്നാക്കായിട്ടോ സ്മൂത്ത് ഡൈജഷൻ ഫുഡായിട്ടോ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.